ഹായ്, ഇറ്റ്സ് മീ അജു കൃഷ്ണ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കാടിന്റെ ആർക്കിടെക്റ്റിംഗ് ആണ്. അതെ, മഷ്റൂം. നിങ്ങൾ കാണുന്ന ഒരു കുട പോലെയുള്ള സാധനമാണെങ്കിൽ എനിക്കതൊരു ബയോളജിക്കൽ പവർ ഹൗസ് ആണ്. ശാസ്ത്രീയമായി പറഞ്ഞാൽ ഇത് വെറും സ്പോർ കാർപ്പ് അഥവാ ഫ്രൂട്ടി ബോഡി മാത്രമാണ്, ഒരു മാവിലെ മാങ്ങ പോലെ. എന്നാൽ ഇതിന്റെ യഥാർത്ഥ ഇൻഫ്ലുവൻസർ നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണിലാണ്, ഇതിനടിയിലാണ്. ഇതാണ് മൈസീലിയം. ഹൈഫൈ എന്ന് വിളിക്കുന്നു. നോഡുകൾ ചേർന്ന് കിടക്കുന്ന വലിയ നെറ്റ്വർക്കാണിത്. ഇതിന് നമുക്ക് കാട്ടിലെ ഇന്റർനെറ്റ് അഥവാ വുഡ് വൈഡ് വെബ് എന്ന് വിളിക്കാം. ഇത് പുറപ്പെടുവിക്കുന്ന എൻസൈമുകൾ മരങ്ങളെയും ഇലകളെയും ദഹിപ്പിച്ച് പോഷകങ്ങളാക്കി മാറ്റുന്നു. കാട്ടിലെ ഏറ്റവും വലിയ റീസൈക്ലിംഗ് ടീമാണ്. ഒരു സ്പെഷ്യൽ ബന്ധമുണ്ട്. മൈക്രോറൈസൻ റിലേഷൻഷിപ്പ് മരങ്ങൾക്ക് ആവശ്യമായ ഫോസ്ഫറസ് നൈട്രജന് കൂൺ നൽകുന്നു. പകരമായി മരങ്ങളിൽ നിന്ന് പഞ്ചസാര കൂൺ വാങ്ങുന്നു. ചുരുക്കി പറഞ്ഞാൽ കാട്ടിലെ ഏറ്റവും വലിയ ബിസിനസ് ഡീൽ നടക്കുന്നത് ഇവിടെയാണ്. ഒരു ചെറിയ കൂണിന് കോടിക്കണക്കിന് സ്പോർട്സ് പുറത്തുവിടാൻ കഴിയും. ഇവയെ വിത്തുകളെന്ന് വിളിക്കാം, പക്ഷെ സംഗതി കുറച്ചുകൂടി ഹൈടെക്കാണ്. ബുള്ളി സ്ട്രോപ്പ് എന്ന പ്രത്യേക പ്രതിഭാസം ജലഗണങ്ങളുടെ സഹായത്തോടെ വെടിയുണ്ട പായുന്ന വേഗത്തിലാണ് ഇവ വായുവിലേക്ക് തെറിക്കുന്നത്. ഈ സ്പോറുകൾ എവിടെയെങ്കിലും നിന്ന് വീണ അവിടെ വീണ്ടും മൈസീലിയം അടങ്ങും. പുതിയൊരു സാമ്രാജ്യം ഇവിടെ തുടങ്ങുകയായി. അതുകൊണ്ട് ഇനി നിങ്ങൾ കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു കൂൺ കണ്ട ഓർക്കുക, ഭൂമിയിലെ ഏറ്റവും വലിയ അതിജീവനത്തിന്റെ രാജാവിനെയാണ് നിങ്ങൾ കാണുന്നത്. അവർക്ക് ഭക്ഷണം കഴിക്കാൻ വെളിച്ചം വേണ്ട. നമ്മളെപ്പോലെ ഊറ്റു ശ്വസിക്കുന്നു. കോടിക്കണക്കിന് വർഷങ്ങളായി അവർ ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു. യാത്രയില്ല,